ഹലോ ഹലോ. ഹലോ. എന്താണ് പറഞ്ഞത് കേരളത്തില്? അതെ, നിങ്ങൾ റെക്കോർഡ് ചെയ്തോളൂ. യാ ഇബാദല്ല അഹീനൂനി എന്ന വിഷയത്തിൽ ആ വിഷയത്തിൽ ശിർക്കുണ്ട്, അതിന്റെ മതനിൽ ശിർക്കുണ്ട് എന്ന് ലോകത്ത് ആകാശത്തിന്റെ ചുവട്ടിൽ കേരളത്തിലെ 3-4 ആളുകൾക്കല്ലാതെ ലോകത്തൊരു മനുഷ്യനും ആ അഭിപ്രായമല്ല. യാ ഇബാദല്ല അഹീനൂനി പ്രകാരം അമല് ചെയ്ത മഹാന്മാര് മുശ്രിക്കുകളായിരുന്നു, ശിർക്കിന്റെ പ്രചാരകരായിരുന്നു എന്ന് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. എന്റെ വാദങ്ങൾ ശരിക്കും നോട്ട് ചെയ്തോളൂ, ക്ലിപ്പിംഗ് ആക്കി നാളെ ഇട്ടോളൂ, അതിന് കുഴപ്പമില്ല. വളരെ ശ്രദ്ധിച്ചെന്ന് ഞാൻ പറയുന്നു. ലോകത്ത് സൗദിയിൽ ഈ വിഷയം ചർച്ച ചെയ്ത ഒരു പണ്ഡിതനെയും മറ്റൊരു സലഫി പണ്ഡിതൻ ഷിർക്കിന്റെ പ്രചാരകർ എന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ഈ വിഷയത്തിൽ 2 ചേരിയായ പോലെ ലോകത്തൊരിടത്തും ഈ ദുർബല ഹദീസിന്റെ പേരിൽ സെലഫികൾ തമ്മിൽ തല്ലിയിട്ടില്ല, ഗ്രൂപ്പായിട്ടില്ല, പരസ്പരം മുശ്രിക്കാക്കിയിട്ടില്ല, കാഫറാക്കിയിട്ടില്ല. ഇതാണ് എന്റെ വാദം. ഈ വാദം ലോകത്ത് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി കേരളത്തിൽ നടന്ന ഇതേ അവസ്ഥ ഉണ്ട്. നിങ്ങൾ അങ്ങനെയല്ല, അങ്ങനെ പറയല്ലേ. നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞത് ഇതേ അവസ്ഥ എന്നല്ല, ഈ വാദം എന്ന് പറഞ്ഞ അവസ്ഥ പറയണ്ട. ഈ യാ ഇബാദുള്ള ഐനൂനി എന്ന ഹദീസ് പ്രകാരം ഷിർക്ക് ഇല്ല, അതിൽ ഷിർക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ആ വാദം പറ, അവസ്ഥ വിട്. അവസ്ഥ ഇപ്പൊ ഓരോ സ്ഥലത്തെ ഭൂപ്രകൃതി അനുസരിച്ച് അവസ്ഥക്ക് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസിന് പുറത്ത്, ഹദീസ് വിട്, ഹദീസ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സംസാരിക്കാം. ഈ ഹദീസിന് പുറത്ത്, ഈ ഹദീസ് തെളിവല്ലാതെ, ഈ ദുർബലമായ ഹദീസ് ചർച്ച ചെയ്യാതെ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണോ ഷിർക്കല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ജീവിതത്തിൽ മുജാഹിദുകൾ ഇന്ന് വരെ പ്രചരിപ്പിച്ച എന്താണ് നിങ്ങളെ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. മുജാഹിദുകൾ ഇതുവരെ പ്രവർത്തിച്ചത് മുജാഹിദ് ബാലുശ്ശേരി എന്ന വ്യക്തിയുടെ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. എന്റെ വ്യക്തിയുടെ അഭിപ്രായത്തിന് എന്ത് പ്രാധാന്യം ഉണ്ടല്ലോ? നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളെ വ്യക്തിപരമായ അഭിപ്രായത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ദായിയായിരുന്നു. അപ്പൊ നിങ്ങളെ നിലപാട്, നിങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ ദീനീപരമായ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് പറയണം. നിങ്ങൾ എന്റെ നിലപാട് ഞാൻ പറയുന്നുണ്ട് മുസ്ലിം കേരളത്തോട് വളരെ വ്യക്തമായി. എന്തെന്ന്? മുസ്ലിം കേരളം നെഞ്ചിലേറ്റി ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണോ ഷിർക്കല്ലേ എന്നാണ് വാദം. ജിന്നിനോട് സഹായം തരുന്ന ഒരാളെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അതുണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, വാദമാണ്, ആരോപണം, വെറും ആരോപണം. മുജാഹിദ് അതല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല നിങ്ങൾ ഉത്തരം പറയുന്നത്. ഞാനൊരു സംശയം, ഒരു മുസ്ലിം മുജാഹിദ് ബാലുശ്ശേരിയുടെ മുമ്പിൽ ഒരു സംശയം ചോദിക്കുന്നു. ഞാൻ പറയട്ടെ, ഒരു മുസ്ലിം, അല്ലാഹ്, മുജാഹിദ് ബാലുശ്ശേരി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. എന്താണോ പറയാൻ ഉദ്ദേശിച്ച അതേ സെന്റൻസാ പറയുന്നത്. എന്ത്? ഒരു മുസ്ലിം പടച്ച തമ്പുരാനോട് തേടുന്ന പ്രാർത്ഥനയുടെ പരിധിയിൽപ്പെട്ട ഒരു തേട്ടവും അള്ളാഹുവിന്റെ ഒരു മഖ്ലൂക്കിനോടും തേടാൻ പാടില്ല. ഒരു മഖ്ലൂക്കിനോടും. ഇപ്പൊ അള്ളാഹ് സൃഷ്ടിച്ച മനുഷ്യർ തമ്മിൽ തന്നെ സഹായ നേട്ടങ്ങൾ പാടുള്ളതുകൊണ്ട് പാടില്ലാത്തതുണ്ട്, സൃഷ്ടികളോട് പാടുള്ളതും പാടില്ലാത്തതുണ്ട്. അതുകൊണ്ടാണ് അനസ് മൗലവിനെ പോലെയുള്ള ആളുകൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? കേരളക്കരയിൽ കഴിഞ്ഞ 2009, 2011 വരെ ജിന്നിനോട് തേടിയാൽ ഷിർക്കാകുന്ന തേട്ടമുണ്ട്, ഷിർക്കല്ലാത്ത തേട്ടമുണ്ട്. അതൊക്കെ നിങ്ങൾ സാധാരണ ജനങ്ങളെ പൊട്ടീസാക്കാൻ പറഞ്ഞാൽ മതി. ഇതിന്റെ സംഘടനയുടെ ഉള്ളിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് നമുക്കറിയാം. അല്ല, സാധാരണക്കാരെ പൊട്ടീസാക്കാൻ അനുസരിച്ച് അല്ല, നിങ്ങൾ പല പരിപാടികളിലും നിങ്ങളും മനസ്സും സെക്യൂരിയൊക്കെ പരസ്പരം മുജാഹിദ് ഞാൻ ചോദിക്കുന്നത് വഴി തെറ്റല്ലേ? ഞാൻ നിങ്ങളോട് ചോദിച്ചത് സലാഹിയുടെ ഒരു വാദം പുഴയിൽ വീണവൻ ജിന്നിനെ വിളിച്ച് സഹായം ചോദിച്ചാൽ ഷിർക്കല്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വാദം? അത് ഷിർക്കാണോ ഷിർക്കല്ലേ? ജിന്നിനെ വിളിച്ചാൽ ഷിർക്കാണോ ഷിർക്കല്ലേ? ഷിർക്കല്ലാന്ന് സലാഹി പറഞ്ഞിട്ടില്ല, ഷിർക്കാണെന്നാണ് സലാഹി പറഞ്ഞത്. ഷിർക്കല്ലാന്നാണ് സലാഹി പറഞ്ഞത്. ഷിർക്കാണെന്നാണ് സലാഹി. എന്തിനാണ് മുജാഹിദ് ഇങ്ങനെ പറയുന്നത്? ലോകം മുഴുവൻ കേട്ടതാണ്. അയാൾ മതത്തിന് പുറത്തു പോവില്ല, അത് ഷിർക്കല്ല, വസായിൽ ഷിർക്കാണ്, ഒരു ഹറാമ് ചെയ്യുന്നുള്ളൂ. സലാഹി പറഞ്ഞു. സലാഹി പറഞ്ഞ പോട്ടെ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സലാഹി പറഞ്ഞ ഷിർക്കാണെന്നാണ്. ആയിക്കോട്ടെ, സലാഹിനെ വിടും. മുജാഹിദ് ബാലുശ്ശേരിക്ക് എന്താ പറയാനുള്ളത്? മുജാഹിദ് ബാലുശ്ശേരിക്ക് അത് തന്നെ പറയാനുള്ളൂ. എന്ത് ഷിർക്കാണ്? മുജാഹിദ് ബാലുശ്ശേരിക്ക് അത് തന്നെ പറയാനുള്ളൂ. അപ്പൊ ഇതിപ്പോ തുടക്കത്തിൽ തന്നെ നിങ്ങൾ തമ്മിൽ 2 അഭിപ്രായ വ്യത്യാസമാണ്. സലാഹി പറയും ഷിർക്കല്ലാണ്. മറുഭാഗത്തുള്ള 1000 അഭിപ്രായം. അല്ല, അക്സാ കാര്യത്തിൽ ഖുദൂ വരൂല, അതുകൊണ്ട് അത് ഷിർക്കല്ല എന്ന് സലാഹി പറഞ്ഞു. നിങ്ങൾ എല്ലാം അക്സാ കാര്യത്തിൽ ഖുദൂ വരാത്തത് കൊണ്ട് മാത്രമല്ല, അത് അല്ല, പുഴയിൽ വീണവൻ ജിന്നിനെ വിളിച്ച് സഹായം ചോദിച്ചാൽ അത് ഷിർക്കല്ല, അത് ഹറാമു മാത്രമേ ആവുള്ളൂ എന്ന് സലാഹി പ്രസംഗിച്ചിട്ടുണ്ട്. പറഞ്ഞില്ല. എന്തിനാ മുജാഹിദ് ഇങ്ങനെ കളവ്? നിങ്ങൾ കേട്ടിട്ടില്ല? ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പറഞ്ഞിട്ടില്ല. ഷിർക്കാണ് നമ്മൾ മൂപ്പര് പറഞ്ഞേക്കണേ. എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. എന്തുണ്ട്? സലാഹിന്റെ പ്രസംഗം
സലാഹിന്റെ പ്രസംഗം അനത്തിട്ട് കേൾപ്പിക്കുന്ന ക്ലിപ്പിംഗ് ഉണ്ട് എന്റെ അടുത്ത്. അന്ന് ആ ക്ലിപ്പ് ഒന്നും കിട്ടേ അതിൽ ശിർക്കാണ് സലാഹി പറഞ്ഞത്. മനസ്സിലായില്ലേ? സലാഹി പറഞ്ഞത് എന്താണ്? അത് ആദ്യം കേൾക്കുക. എവിടെന്നെങ്കിലും കേട്ടി നമ്മൾ എവിടെന്നെങ്കിലും കേട്ടോന്നല്ല, ഞാൻ ലൈവായിട്ട് കേട്ടാളാ. ഞാൻ അത് കേട്ടപാടെ ഇറങ്ങി പോകുന്നു. പിന്നെ അയാൾ പറയണമെന്ന് എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങളത് പറയില്ല. ഞാന് ഇത് അയാൾ പറയണ കേട്ടിട്ട് പിന്നെ ഒരു വാക്ക് അയാളെ പ്രസംഗം കേട്ടിട്ടില്ല. കാരണം മുജാഹിദിന് കേട്ടിരിക്കാൻ പറ്റില്ല. അല്ല, അനുവദനീയമല്ല. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ പറയാ. കേരളത്തിൽ സമൂഹത്തിൽ സമൂല പരിവർത്തനം ഉണ്ടാക്കിയിട്ട് 2-3 ആൺകുട്ടികളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതാണ് നിങ്ങൾ